ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രിൽഡ് ഹാമാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി 2.25 കിലോ ഒരു ഹാമാണ് എടുത്തേക്കുന്നത്. ഇത് ഓൾറെഡി ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള ഹാമാണ്. ഇത് നമുക്ക് ഫുള്ള് ഇതിൻ്റെ സ്കിന്ന് മുഴുവൻ കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ നടുവേ കട്ട് ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്ന് മുഴുവൻ കളയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്കിന്ന് കളയാവുന്നതാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ട് സ്കിന്ന് ഫുള്ള് നമുക്ക് കളഞ്ഞെടുക്കണം. ഇത് തിന്നായിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടവനം വേസ്റ്റ് ആക്കാതെ കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് നടുവേ ഒന്ന് കട്ട് ചെയ്യണം. നടുവേ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സൈസിനാണ് നമുക്ക് വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് കട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 1 സെൻറ്റിമീറ്ററോളം സൈസുള്ള തിക്നെസ്സുള്ള ഒരു പീസായിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ മുഴുവൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാവുന്ന ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ള് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തവ ഓണാക്കി അതിൻ്റെ അകത്തേക്ക് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത ഹാം അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് മീഡിയം തീയിലാണ് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ. നമുക്ക് ഫുള്ള് ഹാം ഇതുപോലെ നമുക്ക് നിരത്തി ഇവിടെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള സീസണിങ്ങുള്ള സാൾട്ട് ആൻഡ് പെപ്പർ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം. നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. സാൾട്ടും പെപ്പറും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് 2-3 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം കളറായിട്ട് വരും. ഞാൻ ആദ്യം പറയുന്നത് ഫുള്ളി കുക്കഡായിട്ടുള്ള ഹാമാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഒന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് ഈ രീതിയിൽ നമുക്ക് ഗ്രില്ലായിട്ട് കിട്ടുന്നതാണ്. അന്നേരം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സീസണിങ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് സീസണിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫുള്ള് ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാനിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ പാനിലോട്ട് എടുത്ത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്യണം. അപ്പോൾ അത് ഹാം ഹാർഡാകാതിരിക്കും. ഈ ഒരു പരിവായിക്കുമ്പോൾ നമുക്ക് ഹാം എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്കത് മുഴുവൻ പാനിലേക്ക് നമുക്ക് അടുക്കി വെക്കാവുന്നതാണ്. നമ്മൾ 40 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രിൽഡ് ഹാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല, എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.